വീണ്ടും കടന്നു വന്നു. എങ്കിലും ദൈവ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ആ സമൃദ്ധിയാണ് ഇന്ന് നിങ്ങളുടെ മധ്യ നിൽക്കുവാൻ ദൈവം മുഖാന്തരം ഒരുക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കളെ, കർത്താവിന്റെ എതിരം പറയുന്നു, ഇന്ന് ലോകമെമ്പാടും ക്രിസ്തു നമ്മെ കർത്താവിന്റെ നൽകുമ്പോൾ ലോക രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ആഗസ്റ്റ് 15-ാം തീയതി പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ചെന്ന് ആഘോഷിക്കുന്നുണ്ട് നമ്മളെ സ്വാതന്ത്ര്യ ദിനം. എന്നാൽ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. കർത്താവിന്റെ വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിനകത്തു. സമാധാനമില്ലാത്ത സഹോദരങ്ങളെ, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യ വെളിപ്പെടുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്ഥലം നെയ്യാറ്റിങ്കരയല്ല, വിദിരദേശമാണ്. അവിടെ നെടുമങ്ങാട് താലൂക്കിൽ നിങ്ങൾ എന്റെ കൂടി വരുമെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ കേസിന്റെ ബയലെടുക്കുമ്പോഴൊക്കെ സാധിക്കും 10-37 കേസുണ്ടായിരുന്നു. അങ്ങനെയായിരുന്ന ആ പാപത്തിൽ ജീവിച്ച എനിക്ക് ആ 37 കേസ് വരണമെങ്കിൽ ഈ നിൽക്കുന്ന ഞാൻ ഏത് സുമാപക്കാരനെ തോന്നണം, കൂലിത്തല്ലുകാരനും. അങ്ങനെ ആയിരുന്ന കാലഘട്ടത്തിൽ ദൈവം എന്നെ സ്നേഹിച്ചു. വേറൊരു കാര്യം ഒന്ന് പറയുവാൻ, ഞാൻ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ എന്റെ ദൈവം എന്നെ കണ്ടിരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹമാണോ നിങ്ങൾക്ക് വിളിച്ചു പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഒരു നാൾ മുതിർന്നു പോവുകയില്ല. അത് നാൾക്കുനാൾ പുതുക്കത്തിന്റെ അനുമതിയിൽ കടന്നു വരും. നിങ്ങളുടെ മക്കളാകട്ടെ, എന്നെ പോലെ കൂലിത്തല്ലുകാരനായിട്ടും മാതാപിതാക്കൾ അനുസരിക്കാൻ നടക്കുന്ന ഏത് വ്യക്തിയായാലും നിങ്ങൾ മുഴങ്കാലുകളെ മടക്കി ജീവിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ, വാസ്തവമായി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ തലമുറകളും യേശുവിനെ അറിയുവാനുള്ള മുഖാന്തരം ഒരുക്കും. അതിന് വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിലെറിയുവിൻ. അപ്പമെന്ന് പറയുന്നത് നമ്മൾ കടകളിൽ മാറ്റി കഴിക്കുന്ന ആഹാര സാധനമല്ല. പ്രാർത്ഥനയാകുന്ന അപ്പത്തെ ആ വെള്ളത്തിലെറിഞ്ഞാൽ അത് 7 നാൾ കഴിയുമ്പോൾ മടങ്ങി വരും. നിന്റെ മദ്യപാനി ഭർത്താവാകട്ടെ, സമാധാനമില്ലാതെ ഭാരപ്പെട്ട മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, ഏത് വ്യക്തിക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. നമ്മൾ ആ സ്വതന്ത്രരാകാൻ, ആ സ്വതന്ത്രത്തിന് വേണ്ടി നമ്മൾ ഒരുക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും. അതിന് വചനം വിളിച്ചു പറയുന്ന ഈ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. യേശുവിന് ഏത് വ്യക്തിയാണോ സ്നേഹിക്കുന്ന ആ യേശു സ്നേഹത്തോടുകൂടി നിങ്ങളെ അടുത്ത് കടന്നു വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ചൂള പോലെ കത്തുന്ന നാൾ കടന്നു വരും. അന്ന് ഈ ലോകം കത്തിയെരിയുമ്പോൾ നാം ലോകത്തിൽ നിന്നും കൊണ്ടുള്ള തീരാതല്ലാതെ യേശുവിന്റെ അടുക്കൽ കടന്നു പോകുവാൻ നമ്മൾ മനസ്സൊരുക്കം കാണിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ വെളിപ്പെടുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമക്കളെ, നിങ്ങൾ പല ഇടങ്ങളിലും ബൈബിൾ വായിക്കാൻ കിട്ടും. നിങ്ങൾ നിങ്ങളെ അധ്വാന ബലം കൊണ്ട് ബൈബിൾ വായിക്കൂ. രഹസ്യത്തിൽ കാണുന്ന യേശുവിനോട് നിങ്ങൾ വായിച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ബൈബിൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാൻ പറ്റാതെ അനേക മക്കൾ ആയിരം സ്ഥാനത്തും രഹസ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തികളെ പരസ്യമായിട്ട് യേശു ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുവാനിടയായിത്തീർന്നു. ആ യേശു നല്ലവനാണ്. യേശു നല്ലവനാണെന്നോ നാം രുചിച്ചറിയുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളെ മധ്യ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശു ആരെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യേശുവേ, എനിക്കൊരു സമാധാനമില്ല. സമാധാനം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചു. പോലീസുകാരെ കാണുമ്പോൾ ഒളിച്ചിറക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കാക്കിയിട്ട ഏത് വസ്തുവാകട്ടെ, വ്യക്തിയാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, പഞ്ചായത്തിലെ ആൾക്കാരാകട്ടെ, കോർപ്പറേഷൻ ആൾക്കാരാകട്ടെ,